ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ പാലിയേക്കര ടോൾ അധികൃതർക്ക് ഉപഭോക്തൃ കോടതി പിഴ ചുമത്തി. കൃത്യവിവരങ്ങൾ രേഖപ്പെടുത്താതെ രസീത് നൽകിയതിനാണ് പിഴ. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് മെത്രാന്മാരുടെ സംയുക്ത സർക്കുലർ തള്ളി വൈദികർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ വായിക്കില്ലെന്ന് ഒരു വിഭാഗം വൈദികർ. TN പ്രതാപന് ചുവരെഴുത്ത് നാടകവുമായി അധികകാലം പോകാനാകില്ലെന്ന് മന്ത്രി കെ രാജൻ. ചുവരെഴുതരുത് എന്ന് പ്രതാപൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അണികളാണ് തൃശൂരിലുള്ളത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പാലിയേക്കര ടോൾ അധികൃതർക്ക് പിഴ ചുമത്തി. നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാതെ ഉള്ള ടോൾ പിരിവ് മാഞ്ഞു പോകുന്ന കൃത്യവിവരങ്ങൾ രേഖപ്പെടുത്താതെ രസീത് നൽകിയതിനുമാണ് പിഴ. തൃശൂർ ഉപഭോക്തൃ കോടതിയുടേതാണ് വിധി. തൃശൂർ സ്വദേശി ജോർജ് തട്ടിൽ അഡ്വക്കേറ്റ് ED ബെന്നി മുഖാന്തരം നൽകിയ പരാതിയിലാണ് പാലിയേക്കര ടോൾ ബൂത്ത് നിയന്ത്രിക്കുന്ന തൃശൂരിലെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പിഴ ചുമത്തിയത്. പരാതിക്കാരന് 10,000 രൂപ നഷ്ടപരിഹാരവും ഈടാക്കിയ ടോൾ നിരക്കിന്റെ 10% തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടു. ജോർജ് തട്ടിൽ ടോൾ നൽകി തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്കാണ് യാത്ര ചെയ്തത്. ലഭിച്ച ബില്ലിൽ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്താത്തതും മാഞ്ഞു പോകുന്നതും കൃത്യമായി റോഡ് പണി പൂർത്തിയാക്കാത്തതും ചൂണ്ടിക്കാട്ടി പരാതി നൽകുകയായിരുന്നു. ഈ സമയം സർവീസ് റോഡുകളുടെ പണികൾ പൂർത്തിയായിരുന്നില്ല. തെരുവു വിളക്കുകൾ സ്ഥാപിക്കാതെയും പാലത്തിന് മുകളിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ ഫുട്പാത്ത് സംവിധാനം ഒരുക്കാത്തതുമാണ് ടോൾ പിരിക്കലിലുണ്ടായത്. കോടതിയിൽ കേസെടുത്ത സമയത്ത് നൽകിയ റെസീറ്റും മാഞ്ഞുപോയ നിലയിലായി. റെസീറ്റിന്റെ കാലാവധി 24 മണിക്കൂർ മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ മാഞ്ഞു പോകുന്നുവെന്ന വാദത്തിന് പ്രസക്തി ഇല്ലെന്നുമായിരുന്നു ടോൾ പ്ലാസ അധികൃതരുടെ വാദം. കോടതി ഇത് മുഖവിലക്കെടുത്തില്ല. കൃത്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാതെ മാഞ്ഞു പോകുന്ന ബിൽ നൽകിയ നടപടി തെറ്റാണെന്ന് കോടതി വിലയിരുത്തി. ഹർജിക്കാരൻ യാത്ര ചെയ്തിരുന്ന സമയത്ത് റോഡ് സംബന്ധമായ പണികൾ പൂർത്തിയായിരുന്നില്ലെന്നും കോടതിയിൽ തെളിയിക്കപ്പെട്ടു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാംമോഹൻ എന്നിവർ ഉൾപ്പെടെ തൃശൂർ ഉപഭോക്തൃ കോടതിയാണ് പരാതിക്കാരന് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചത്. മീഡിയ ടൈം, തൃശൂർ. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് മെത്രാന്മാരുടെ സംയുക്ത സർക്കുലർ തള്ളി വൈദികർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ വായിക്കില്ലെന്ന് ഒരു വിഭാഗം വൈദികർ നിലപാടെടുത്തു. കൊച്ചിയിൽ ചേർന്ന വൈദിക യോഗത്തിലാണ് തീരുമാനം. ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള നിർദ്ദേശമായിരുന്നു സർക്കുലറിൽ ഉണ്ടായിരുന്നത്. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഇത്തരം സർക്കുലർ നൽകരുതായിരുന്നു എന്നാണ് വിമത വിഭാഗം വൈദികർ പറയുന്നത്. ജനാഭിമുഖ കുർബാനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ വിമത വിഭാഗം സിനഡ് നടപടികളെ ഭയക്കുന്നില്ലെന്നും അറിയിച്ചു. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇന്നലെ വൈദികർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചൊല്ലാൻ പറ്റില്ലെന്നും കുർബാന അർപ്പണം സഭയും ആരാധനക്രമവും അനുശാസിക്കുന്ന രീതിയിലാകണമെന്നുമാണ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞത്. വൈദികരുടെ സൗകര്യമനുസരിച്ച് സമയം തീരുമാനിക്കുന്ന ശീലവും മാറ്റണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കുർബാന സമയം ക്രമീകരിക്കേണ്ടത് വിശ്വാസികളുടെ സൗകര്യത്തിന് അനുസരിച്ചായിരിക്കണമെന്നും റാഫേൽ തട്ടിൽ പറഞ്ഞു. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൂദാശ കർമ്മത്തിനിടെയാണ് മാർ റാഫേൽ തട്ടിൽ കുർബാന വിഷയത്തിലെ പരാമർശം നടത്തിയത്. മീഡിയ ടൈം, കൊച്ചി. TN പ്രതാപന് ചുവരെഴുത്ത് നാടകവുമായി അധികകാലം പോകാനാകില്ലെന്ന് മന്ത്രി കെ രാജൻ. ചുവരെഴുതരുത് എന്ന് പ്രതാപൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അണികളാണ് തൃശൂരിലുള്ളത്. ആ അണികളോട് പ്രതാപന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കേൾക്കുമെന്നും കെ രാജൻ പരിഹസിച്ചു. രാഷ്ട്രീയകാര്യ സമിതി അംഗമായി അംഗം പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അണികളാണ്. അപ്പൊ ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ നേതൃത്വവും പറഞ്ഞാൽ അണികൾ എങ്ങനെ കേൾക്കുമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചു പോകുന്നതിനുള്ള ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്താണ്. ഇത്തരം നാടകമൊന്നുമായിട്ട് അധികകാലം പോകാനാകില്ല. ഇതൊക്കെ കേരളത്തിലെയും തൃശ്ശൂരിലെയും ജനങ്ങൾ കാണുന്നതല്ലേ. ഞങ്ങൾ പറഞ്ഞ് കേൾക്കാത്ത അണികളെ കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് എന്നുള്ളതൊരു വീമ്പ് പറച്ചിലാക്കി അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. ചേലക്കര കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിന് സമീപം വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് കുഴിയിലേക്ക് ചെരിഞ്ഞു. കൊണ്ടാഴി പാറമേൽപ്പടി സരസ്വതി വിലാസം UP സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തലനാഴിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കൊണ്ടാഴി ചെക്ക് ഡാമിന് സമീപം വിദ്യാർത്ഥികളുമായി വന്ന സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. സരസ്വതി വിലാസം UP സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊണ്ടാഴിയിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റി ചെക്ക് ഡാം പരിസരത്ത് നിന്നും വണ്ടി തിരിക്കുന്നതിനിടയിലാണ് കനാലിലേക്ക് ഒരു ഭാഗം ചെരിഞ്ഞുപോയത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. 30-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മീഡിയ ടൈം, തൃശൂർ. കുന്നംകുളത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചെർപ്പുളശ്ശേരി ഹരിപ്രസാദിനാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു.
ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. തൃശൂർ ഭാഗത്ത് നിന്നും കുന്നുംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത ബസും കുന്നുംകുളം ഭാഗത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന്റെ കാലിന് പരിക്കേറ്റു. ഇയാളെ കുന്നുംകുളം കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു. കുന്നുംകുളം സബ് ഇൻസ്പെക്ടർ സുകുമാരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. നെടുമ്പാൾ കോഴി ഫാമിൽ പട്ടാപ്പകൽ തെരുവുനായ ആക്രമണത്തിൽ 1000-ലേറെ കോഴികൾ ചത്തു. കൂടുതൽ കോഴികൾക്ക് പരിക്കുണ്ട്. 10 ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് പാകമാകുന്ന 1675 കോഴികളാണ് ഫാമിലുണ്ടായിരുന്നത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഫാം ഉടമ പറഞ്ഞു. നെടുമ്പാൾ കുറ്റിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഫാമിൽ വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഉണ്ണികൃഷ്ണനും ഭാര്യ സീമയും രാവിലെ കോഴികൾക്ക് തീറ്റ നൽകി പോയതിന് പിന്നാലെ എത്തിയ 6 തെരുവുനായ്ക്കൾ കൂട് തകർത്ത് അകത്തു കയറുകയായിരുന്നു. 10 ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് പാകമാകുന്ന 1675 കോഴികളുണ്ടായിരുന്നു ഫാമിൽ. അകത്തു കയറിയ നായ്ക്കൾ കോഴികളെയെല്ലാം ആക്രമിച്ചു. നിരവധി കോഴികൾക്ക് കടിയേറ്റു. സമീപത്ത് താമസിക്കുന്ന ഉണ്ണികൃഷ്ണനും ഭാര്യയും കോഴികളുടെ ശബ്ദം കേട്ടെത്തിയാണ് തെരുവു നായ്ക്കളെ ഓടിച്ചത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഫാമുടമ പറഞ്ഞു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ്, പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി. പ്രദേശത്ത് തെരുവുനായ ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം രാത്രിയിൽ നെടുമ്പാൾ, തൊട്ടിപ്പാൾ, മുളങ്ങ്, പള്ളം പ്രദേശങ്ങളിൽ ഇരുചക്ര വാഹനയാത്ര ദുഷ്കരമാണ്. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. അലസമായി മാലിന്യം വലിച്ചെറിയുന്നവർക്കുള്ള ബോധവൽക്കരണവുമായി ചാലക്കുടിയിൽ ചൂലേന്തിയ കാക്കയുടെ ശില്പം ഒരുങ്ങുന്നു. KSRTC റോഡിൽ സുരഭി തിയേറ്ററിന് എതിർവശത്തുള്ള ഡിവൈഡറിലാണ് കാക്ക ശില്പം ഒരുങ്ങുന്നത്. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായാണിത്. 5 അടി ഉയരവും 4.5 അടിയോളം നീളവുമുള്ള ശില്പം വിയാർപുരം സ്വദേശി CR രാജേഷാണ് തയ്യാറാക്കുന്നത്. 1 മാസത്തോളം സമയമെടുത്താണ് കാക്കയുടെ ശില്പം മറ്റൊരിടത്ത് വെച്ച് സിമന്റും കമ്പിയും ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത് രൂപപ്പെടുത്തിയത്. ഈ ശില്പം സൗത്ത് ജംഗ്ഷൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു പുറമെ മിനുക്കുപണികളും പെയിന്റിങ്ങും നടത്തേണ്ടതുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കാനാകും. ശുചിത്വത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനായാണ് ശുചിത്വ മിഷന്റെ നിർദ്ദേശപ്രകാരം ചൂലേന്തിയ കാക്കയുടെ ശില്പം ഒരുക്കുന്നത്. സംസ്ഥാനത്ത് ചാലക്കുടി നഗരസഭ കഴിഞ്ഞാൽ മട്ടന്നൂർ നഗരസഭയിൽ മാത്രമാണ് ഈ ശില്പം ഉള്ളത്. മീഡിയ ടൈം, ചാലക്കുടി. ചേനത്തുനാട് റോഡിന് ശാപമോക്ഷം. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റോഡ് നവീകരണം ആരംഭിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നവീകരണം നടക്കുന്നത്. നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ വിജയ് ജോജി നിർവഹിച്ചു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോളേജിലേക്ക് അടക്കമുള്ള ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. കോൺക്രീറ്റ് ഇട്ട് റോഡിലെ കുഴികൾ നികത്തുന്നതടക്കമുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. രാമൻ സ്മാരക കലാഗ്രഹം, കലാഭവൻ മണ്ണിയുടെ പാടി എന്നിവിടങ്ങളിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവരടക്കം നിരവധി പേരാണ് എത്തുന്നത്. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ ഇതുവഴിയുള്ള യാത്രയും ദുഷ്കരമായി മാറി. തുടർന്നാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് നവീകരണത്തിന് തുടക്കം കുറിച്ചത്. നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ വിജയ് ജോജി നിർവഹിച്ചു. ഫാദർ മനോജ് മേക്കാടത്ത് അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ ദീപു ദിനേശ്, ഡോക്ടർ കെ കൃഷ്ണകുമാർ, ഡേവിസ് വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച വൈകിട്ട് 3-ന് ചടങ്ങുകൾ ആരംഭിക്കും. 20 ബിഷപ്പുമാരും 300ഓളം വൈദികരും 400ഓളം സന്യസ്തരും മെത്രാഭിഷേക കർമ്മങ്ങളിൽ പങ്കെടുക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലും കോട്ടപ്പുറം ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കരിക്കശ്ശേരിയും സഹകാർമ്മികരാകും. KRLBC പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചനപ്രഘോഷണം നടത്തും. ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജിറലിയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അനുഗ്രഹ പ്രഭാഷണം നടത്തും. സംഗീത സംവിധായകൻ ജെറി അമൽദേവിന്റെയും ഫാദർ വില്യം നെല്ലിക്കലിന്റെയും നേതൃത്വത്തിൽ 100-ലധികം വരുന്ന ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കും. മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അധ്യക്ഷത വഹിക്കും.
സീറോ മലബാർ സഭയിലെ മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ്മാർ ബോസ്കോ പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിന് മുൻപിൽ 75,000 ചതുരശ്ര അടിയിൽ സജ്ജീകരിക്കുന്ന വിശാലമായ പന്തലിന്റെ പണികൾ പൂർത്തിയായി. 10,000 പേർക്ക് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മെത്രാഭിഷേക തിരുക്കർമ്മങ്ങൾ ഭംഗിയാക്കുന്നതിന് 11 കമ്മിറ്റികളിലായി 1000-ഓളം വരുന്ന അംഗങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. തളിക്കുളം പുതുക്കുളങ്ങരയിൽ ഇരുനില വീട്ടിൽ തീപിടുത്തം. അറക്ക വീട്ടിൽ അബ്ദുള്ളയുടെ അസാബ് വില്ലയിലെയും മുകൾ നിലയിലെ പുലർച്ചെ 2:30-ഓടെയായിരുന്നു അപകടം. മുകൾ നിലയിലെ മുറിയും സിറ്റ് ഔട്ടും കത്തിനശിച്ചു. നാട്ടിക ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPIയുടെ VS പ്രിൻസിനെ LDF നിർദ്ദേശിച്ചു. 25-ന് രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് തിരഞ്ഞെടുപ്പ്. തുടർന്ന് സത്യപ്രതിജ്ഞയും നടക്കും. CPI സംസ്ഥാന കൗൺസിൽ അംഗമാണ് VS പ്രിൻസ്. LDFന് ജില്ലാ പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മുന്നണി ധാരണയെ തുടർന്നാണ് ഈ മാസം ആദ്യം സ്ഥാനമൊഴിഞ്ഞത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. പ്രതിപക്ഷം സെമിനാർ ബഹിഷ്കരിച്ചു. VR സുനിൽകുമാർ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ നിരവധിയായുള്ള കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. നമുക്ക് സ്വന്തമായ ഒരു ക്രിമിറ്റോറിയം, ആ ക്രിമിറ്റോറിയത്തിന് വേണ്ടി നമ്മൾ ഈ വാർഷിക പദ്ധതിയിൽ 23,75,000 രൂപ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറായി അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ ഭരണസമിതി കാലങ്ങളിൽ തന്നെ ഒരു സ്ഥലം വാങ്ങി നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ക്രിമിറ്റോറിയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ അതിന്റെ വേഗതയിൽ നടന്നു. അതേസമയം ജില്ലാ പഞ്ചായത്ത് മെമ്പറെ സെമിനാറിൽ ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സെമിനാർ ബഹിഷ്കരിച്ചു. മാത്രമല്ല, ലൈഫ് മിഷനിൽ എഗ്രിമെന്റ് വെച്ച് ആർക്കും തുക നൽകിയിട്ടില്ല. വീട് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ 1 വർഷത്തോളമായി വാടകയ്ക്ക് കഴിയുന്ന SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് വികസന സെമിനാർ ബഹിഷ്കരിച്ചതെന്ന് KK രവി നമ്പൂതിരി പറഞ്ഞു. 1 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന SC വിഭാഗത്തിൽപ്പെട്ട പല സുഹൃത്തുക്കളും കരഞ്ഞിട്ട് കാല് പിടിക്കുകയാണ്. ഇത് 1 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും വീട്ടിൽ കയറാൻ കഴിയുന്നില്ല. ഉള്ള വീട് പൊളിച്ചും കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെയും താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പെരുവഴിയിലാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പല SC വീട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പഞ്ചായത്തിനെതിരെ ആ വിശ്വാസം കൊടുത്തിരിക്കുകയാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ. ആ വിശ്വാസം ഉടനെ ചർച്ചയ്ക്കെടുക്കും. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഈ സർക്കാരിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള എതിർപ്പ്, വികസനം മുരടിപ്പും പറഞ്ഞുകൊണ്ട് ഞങ്ങളിതിന് ഈ വികസന സെമിനാർ ബഹിഷ്കരിച്ചിരിക്കുക. INTUC വെള്ളാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ V രാംദാസിന്റെ 3ാം ചരമവാർഷികം ആചരിച്ചു. കോണത്തൂന്ന് കോൺഗ്രസ് ഭവനിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് V മോഹൻദാസ് അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അയൂബ് കരൂപ്പടന്ന അനുസ്മരണ പ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് വിധേയത്തിൽ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിനി, ഷംസു വെളുത്തേരി, TN സത്യൻ, EV സജീവ്, ചന്ദ്രൻ, KJ നാസർ, K കൃഷ്ണകുമാർ, സലീം അറക്കൽ, ഷീമ വിജയൻ, സക്കീർ കോൽപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിൽവി സേവ്യർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സണ്ണി കൂട്ടാല, ബിജി വിൽസൺ, PS സന്തോഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേതുമോൻ ചിറ്റേത്ത്, ബിനോയ് പൗലോസ്, PK ബിജു, നന്ദിത വിനോദ്, പ്രിയ ലിയോ, ICD സൂപ്പർവൈസർ ഡിനി വിൻസെന്റ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ചെറുധാന്യങ്ങളുടെ ക്ലാസ് സംഘടിപ്പിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. വിഷയത്തിൽ വനമിത്ര അവാർഡ് ജേതാവും ഇൻസ്പയർ ഇന്ത്യ സെക്രട്ടറിയുമായ VK ശ്രീധരൻ ക്ലാസ് നയിച്ചു. മില്ലറ്റ് മിഷൻ പ്രവർത്തകൻ VK സുരേഷിന്റെ ചെറുധാന്യ പ്രദർശനവും ഉണ്ടായിരുന്നു. കൃഷി ഓഫീസർ രേഷ്മ നേതൃത്വം നൽകി.
അന്നമനട മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോയുടെ മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ മണ്ഡലം പ്രസിഡന്റ് ധന്യ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, മണ്ഡലം പ്രസിഡന്റ് പി കെ തിലകൻ, വി എ അബ്ദുൽ കരീം, കെ കെ രവിനമ്പൂതിരി, പി ഡി ജോസ്, പി കെ സിദ്ദിഖ്, ടി കെ രമേശൻ, ഹക്കീം ഇക്ബാൽ, ഷിംജി സോമൻ, ലളിത ദിവാകരൻ, ആനി ആൻഡു, സുനിത സഞ്ജീവൻ, ബിന്ദു ആത്മജം എന്നിവർ സംസാരിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ സപ്ലൈകോ മാവേലി സ്റ്റോറിൽ ലഭിക്കാത്തതിലും സാധനങ്ങളുടെ വില വർധനവിലും പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. CPM-ന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കയ്പമംഗലം കാളമുറിയിൽ നടന്നു. പുതിയ വീട്ടിൽ മൊയ്തീൻ കുട്ടിയുടെ സ്ഥലത്ത് നടന്ന ചടങ്ങ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, AS കുട്ടി, CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, KR സീത, TS മധുസൂദനൻ, KC പ്രസാദ്, K സുൽത്താൻ, മഞ്ജുള അരുണൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളെ പോലെ തന്നെ പച്ചക്കറിയും ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകം തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി നമുക്ക് ആവശ്യത്തിന് ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം നമ്മുടെ ഇഷ്ടാഹാര അരിയാണ്. അരിക്കാര്യത്തിൽ കേരളം കമ്മി സംസ്ഥാനമാണ്. നമുക്ക് ഉണ്ണാനുള്ള അരിയുടെ ഏറിയാൽ ഒരു 3.5 മാസം അല്ലെങ്കിൽ 4 മാസം ഉണ്ണാനുള്ള അരിയാണ് കേരളത്തിലുണ്ടാകുന്നത്. നമ്മുടെ തോന്നലും ഇങ്ങോട്ട് നോക്കിയാൽ കോളുണ്ട്, അവിടെ നെൽകൃഷിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അഥവാ ഒരു 7-8 മാസം നമുക്ക് ഉണ്ണണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വരണം, തമിഴ്നാട് നിന്ന്, അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന്. അതിനർത്ഥം കേരളം അരിക്കാര്യത്തിൽ കമ്മി സംസ്ഥാനമാണ്. ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും കേരളത്തിൽ അരി ഉൽപ്പാദനം നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, പെൻഷൻ തുക 3000 രൂപയാക്കുക, കർഷക തൊഴിലാളികൾക്ക് ഉപാധിരഹിതമായി പെൻഷൻ നൽകുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU മതിലകം പഞ്ചായത്ത് കമ്മിറ്റി മതിലകം വില്ലേജ് ഓഫീസ് ധർണ നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. NS ഗോപി അധ്യക്ഷത വഹിച്ചു. BKMU പ്രസിഡന്റ് TS രാജു, VS കൃഷ്ണകുമാർ, രാജേഷ് മുല്ലങ്ങത്ത്, ശാലിനി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. BKMU എടത്തുരുത്തി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. KC ശിവരാമൻ, PC രാജീവ്, CB അബ്ദുൾ സമദ്, PK ഷാജു, ഷീജ ബാബു, PR രജീഷ്, VV ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ തെക്കൻ താണശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളോടനുബന്ധിച്ച് അമ്പുഗ്രാമം കുഴൂർ ഹൈസ്കൂൾ മൈതാനത്ത് 20 മുതൽ 28 വരെ നടക്കും. വിവിധ കലാസൃഷ്ടികൾ, വളർത്തുപക്ഷി പ്രദർശനം, വിപണനമേള, ഭക്ഷ്യമേള, പുഷ്പമേള, അമ്യൂസ്മെന്റ് പാർക്ക്, ദീപാലങ്കാരം, കലാസാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത്. ദിവസവും ഉച്ചതിരിഞ്ഞ് 4 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. പ്രവേശനം സൗജന്യമാണെന്നും ഇതുവരെയുള്ള മേള നടത്തിപ്പിൽ നിന്ന് ലഭിച്ച അധിക വരുമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിരുന്നുവെന്നും ഫെബിൻ തറ്റയിൽ, ലിൻസൺ പോൾ, സേതുമോൻ ചിറ്റി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലേത് ജനസൗഹൃദം എക്സൈസ് സേനയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. മുഖ്യമന്ത്രിയുടെ 2022 എക്സൈസ് മെഡൽ ദാനവും അവാർഡ് വിതരണവും നിർവഹിച്ച് പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ധീരമായും കാര്യക്ഷമമായും വിട്ടുവീഴ്ചയില്ലാതെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽ മികവുള്ള ഒരു സേനയായി എക്സൈസ് സേനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. സേനയുടെ ആകെ ഈ അഭിമാനകരമായിട്ടുള്ള നേട്ടം, മികവ് അഭിനന്ദനാർഹമാണ്. വലിയ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള അർപ്പണബോധം, പ്രതിബദ്ധതയും പൊതുവിൽ എക്സൈസ് സേനാംഗങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. എക്സൈസ് സേനയ്ക്ക് ഉടനടി 33 വാഹനങ്ങൾ കൂടി ലഭ്യമാക്കും. കാലാനുസൃതമായ മാറ്റത്തെ ഉൾക്കൊണ്ട് കാര്യക്ഷമമായ വലിയ ഉത്തരവാദിത്തോടെയാണ് സേന പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവ് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ 18ാം വാർഡിൽ സായം പ്രഭ ഹോമിലെ വയോജനങ്ങൾക്ക് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സായം പ്രഭ ഹോം കെയർടേക്കർ സുജിത അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S സുനില, റിജിമോൾ, മേരി പാറക്കൽ, അങ്കണവാടി വർക്കർ പ്രിയാലത,
കുടുംബശ്രീ ADS പ്രസിഡന്റ് വത്സല ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സുനില ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ പാലിയേക്കര ടോൾ അധികൃതർക്ക് ഉപഭോക്തൃ കോടതി പിഴ ചുമത്തി. കൃത്യവിവരങ്ങൾ രേഖപ്പെടുത്താതെ രസീത് നൽകിയതിനാണ് പിഴ. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് മെത്രാൻമാരുടെ സംയുക്ത സർക്കുലർ തള്ളി വൈദികർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ വായിക്കില്ലെന്ന് ഒരു വിഭാഗം വൈദികർ. TN പ്രതാപന് ചുവരെഴുത്ത് നാടകവുമായി അധികകാലം പോകാനാകില്ലെന്ന് മന്ത്രി കെ രാജൻ. ചുവരെഴുതരുത് എന്ന് പ്രതാപൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അണികളാണ് തൃശൂരിലുള്ളത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.